നമസ്കാരം. വെറും 8ാം ക്ലാസ്സുകാരനായ ഒരു വ്യക്തി എംടെക്കും ബിടെക്കും ഉള്ള വലിയ ബിരുദധാരികളെ പോലും വമ്പൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരു വാർത്തയാണിത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ വരുന്ന തൊഴിലവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇതിൽ നിന്നും നമ്മൾ ഒരു വിശ്വാസ്യതയുമില്ലാതെ ഇവരുടെ ഇതുപോലുള്ള തട്ടിപ്പിൽ ചെന്ന് പെടുന്നവർ ദയവായി ശ്രദ്ധിക്കുക. സൂരജ് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശി, 28 വയസ്സാണ്. നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ പ്രായം. പറ്റിച്ചിരിക്കുന്നത് കേരളത്തിന് അകത്തും പുറത്തുമുള്ള 300-ലധികം പേരെയാണ്. ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് എന്നാണ്. എന്താണ് സൂരജ് ഓമനക്കുട്ടൻ? ആരാണ്? എങ്ങനെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്? ഇദ്ദേഹം തൊഴില് നമുക്ക് വിസ വാഗ്ദാനം ചെയ്തിട്ട് നമ്മൾ ആദ്യമേ സൂരജ് ഓമനക്കുട്ടൻ പറയുന്നു ഇതിന്റെ മാർക്കറ്റിംഗ് മാനേജറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. പുള്ളിയുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വളരെ വൈകിയാണ് നമ്മൾ അറിഞ്ഞത് ഈ സൂരജ് തന്നെയാണ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയും. അതായത് സൂരജ് ഓമനക്കുട്ടൻ നിങ്ങളെ ഈ ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടിട്ടാണ് ഈ വ്യക്തിയുമായി ഇവർ സമീപിക്കുന്നത്. സൗദി അറേബ്യയിലാണ് ഇങ്ങനെയുള്ള ജോലികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലെ? ഇത് സൂരജ് ഓമനക്കുട്ടൻ എന്ന വ്യക്തി ഏതോ ഒരു കമ്പനിയുടെ മാനേജറായോ അല്ലെങ്കിൽ അവിടുത്തെ ഓതറൈസ്ഡ് പേഴ്സണായി പരിചയപ്പെടുത്തുന്നത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി നിങ്ങൾ സംസാരിക്കാറില്ലേ, അതോ ചാറ്റ് മാത്രമാണോ? ആദ്യമേ ചാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മൾ സംസാരിച്ച് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതും സംസാരിച്ച് റെഡിയാവുന്നതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് പൈസ ഇടിപ്പിക്കുന്നത്. അത് പുള്ളിയുടെ ഡയറക്റ്റ് അക്കൗണ്ടിലായിരിക്കില്ല പൈസ ഇടുന്നത്. നാട്ടിൽ തന്നെയുള്ള സബ് ഏജന്റുമാരോളോ ഏതെങ്കിലും അക്കൗണ്ടിൽ ഇടാൻ അവർ പറയുന്നത്. ട്രാവൽ ഏജൻസിയൊക്കെ എന്നായിരിക്കും നമ്മുടെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് സൂരജ് ഓമനക്കുട്ടൻ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായും. അതായത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി എന്നൊരു വ്യക്തിയില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല. അത് ഫേക്കാണ്. അതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. അയാളുടെ പേര് പറഞ്ഞ് ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് സൂരജ് ഓമനക്കുട്ടൻ തന്നെയാണ് സംസാരിച്ച് ജോലി ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങുന്നത്, അല്ലെ? അതെ അതെ. ഇപ്പൊ എത്ര പേരെയാണ് ഇവിടെ കേരളത്തിലുടനീളം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? അതിന് വ്യക്തമായൊരു കണക്കുമില്ല. 200-ന് പുറത്ത് പേരെ ഉള്ളതായിട്ട് നമുക്ക് നേരിട്ടുള്ള അറിവുണ്ട്. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയൊക്കെ വെച്ച് വാങ്ങും? എത്ര ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാകും? 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ മേടിച്ചതായിട്ട് അറിവുണ്ട്. അതായത് ഇത്ര 200 പേരാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടി. അതെ അതെ അതെ. വെറും 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ലേ? ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എന്താണ്? പുള്ളി 8ാം ക്ലാസ് വരെയാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് വൈകിയാണ് നമ്മൾ ഈ പറയുന്ന വീട്ടുകാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഫ്രോഡെന്ന് തന്നെയാണ് അവസാന നിമിഷത്തിൽ നാട്ടുകാരിൽ നിന്ന് പറയുക. കാരണം ഭാര്യയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് നേവി ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെട്ട് പുള്ളി കല്യാണം കഴിച്ചെടുത്തത്. അവസാനം അവർ ഡൈവേഴ്സ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് ഭാര്യ പറയുന്നത് ഭാര്യയും തട്ടിച്ചു. അതെ, തീർച്ചയായും അവരെയും തട്ടിച്ചതായിട്ട് അവർ സമ്മതിച്ചു. ഫ്രോഡ് തന്നെയാണ്, പക്കാ ഫ്രോഡ് തന്നെയാണ്. നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. അവരെങ്ങനെയെങ്കിലും അവരെ മകളെ രക്ഷപ്പെടുത്തിയെടുത്തതായിട്ടാണ് നമ്മൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ചെന്ന് പെടുന്നത്? കാരണം ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ലേ? അങ്ങനെ അന്വേഷണം നടത്തിയിട്ടാണോ ജോലികൾക്ക് വേണ്ടി അന്വേഷിച്ച് അവിടെ തന്നെ എന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധുവുണ്ട്. ഈ പറഞ്ഞ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് വളരെ ജെനുവിനായിട്ടുള്ള കമ്പനിയും അങ്ങനെയുള്ള ജോലിയും ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. അതിന്റെ പേരിൽ അതിനുശേഷമാണ് നമ്മൾ ഇവർ ചോദിച്ച പൈസ നമ്മളെ കൊണ്ട് തന്നെയാണ് മെഡിക്കലും PCC എല്ലാം നമ്മളെ ചെലവിൽ എടുപ്പിച്ചത്, ഒരു വിശ്വാസയോഗ്യമാവാൻ വേണ്ടിയിട്ട്. അതായത് യഥാർത്ഥത്തിൽ നിലവിലുള്ള കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളുടെ പേരിലാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒക്കെ തരുന്നത്, അല്ലെ? അതെ അതെ, അങ്ങനെയാണ് തരുന്നത്. ഇവിടെ ആരെങ്കിലും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 കോളല്ല, നിരവധി കോളുകളാണ് വളരെ കൂടുതലായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളമായി ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നു തുടങ്ങിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായ തരത്തിലുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വാർത്ത ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയത്. അതായത് ഇദ്ദേഹം ഒരു നിരന്തരം തട്ടിക്കുകയും അതുപോലെ തന്നെ പലരെയും ഇതുപോലുള്ള പാവപ്പെട്ടവർ ചതിയിൽപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ഞങ്ങൾക്ക് ഇവരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തൊഴിലവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. സൗദിയിലേക്കുള്ള മലയാളികളെയാണ് ഇവർ കൂടുതൽ ലക്ഷ്യമിടുന്നത്. സൗദിയിലുള്ള മലയാളികളെ നാട്ടിൽ നിന്ന് നിരവധി പേരെ ഇത്തരത്തിൽ
തട്ടിപ്പ് നടത്തി കൊണ്ടുപോകുന്നു. ഓരോ ലൈസൻസ് എടുത്തു കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാം എന്നടക്കം പറഞ്ഞ് കൊണ്ടുപോകുന്നു. കൊടുക്കുന്ന ഓഫർ ലെറ്റർ എല്ലാം ഈ യഥാർത്ഥ കമ്പനികൾ, അവിടെ നിലവിലുള്ള കമ്പനികളുടെ പേരിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ഇവർ കാശ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തതിൽ ഈ വാങ്ങുന്നതിന് തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട് അല്ലെ? ഒരു പ്രൊഫഷണൽ തട്ടിപ്പുകാരനാണ് വാങ്ങുന്നത് തന്നെ. എങ്ങനെയാണ്? ഇവിടെയുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലാണ്, നാട്ടിലുള്ളവരുടെ ഇവിടെ പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ട്രാവൽ ഏജൻസി അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് അവിടെ അക്കാമയ്ക്കുള്ള ചെലവിനും മറ്റുമൊക്കെയുള്ള വിസയ്ക്കുള്ള പൈസ എന്ന് പറഞ്ഞാൽ മേടിക്കുന്നത്. പക്ഷേ ഈ ഇട്ട് കൊടുക്കുന്ന പൈസകൾ ഇദ്ദേഹം വസൂലാക്കുകയാണ് ചെയ്യുന്നത് അവസാനം. അതായത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നേരിട്ട് സൂരജ് ഓമനക്കുട്ടൻ പൈസ ആരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുമില്ല. ഒരു ട്രാവൽ ഏജൻസി പോലും ഒരു ഓഫീസ് പോലും കേരളത്തിലും തുറന്നിട്ടില്ല. അപ്പൊ വാങ്ങിക്കുന്നതെല്ലാം ഈ ഇരയാക്കപ്പെട്ടവരുടെ കയ്യിൽ ആണ് അക്കൗണ്ടുകളിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെയും പിന്നെ നാട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഏജന്റുമാരായിട്ട് ചെയ്യുന്നവരും അവരും ആദ്യമായിട്ട് ചെയ്യുന്ന അവരെ സമീപിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ അവരറിയുന്നില്ല പുള്ളിയാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ അവർ അറിയുന്നില്ല. പറ്റിക്കപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതായത് പുള്ളിക്ക് ബഹുമുഖം ഉള്ളതുപോലെയാണ് അല്ലെ? പലതരത്തിലുള്ള രൂപഭാവങ്ങളാണ്. പല വ്യക്തികളായി ഇദ്ദേഹം തന്നെ ചമയുന്നു. ഒരു പക്ക ഫ്രോഡ് എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാൻ തരത്തിലല്ലേ? അതെ അതെ. ഇപ്പോ ഇതിന് ശേഷം എന്താണ് ആക്ച്വലി സംഭവിച്ചത്? നിങ്ങള് അതായത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. നമ്മൾ ആദ്യമേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പിന്തിരിപ്പിച്ച് വിടാനാണ് ശ്രമിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും കൂടെ പറഞ്ഞപ്പോൾ മനസ്സിലായത്, കാരണം പണ്ടുകൊട്ടേ കാണുന്ന ഒരു വിസ തട്ടിപ്പുമായി ആ ഒരു രീതിയിലാണ് അവർ കണ്ട് പിന്നെ നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം ഹാജരാക്കിയതിന് ശേഷം മാത്രമാണ് അവര് FIR ഇട്ടിട്ടില്ല. സ്റ്റേഷനിൽ പരാതി എടുത്തിട്ടുണ്ട്. പിന്നീട് FIR ഇടുന്നതിന് വിശദമായിട്ട് അന്വേഷിച്ചതിന് ശേഷമേ അവർ ഇടുള്ളൂ പറഞ്ഞു. ഈ വ്യക്തി എപ്പോഴെങ്കിലും നാട്ടിൽ വന്നിരുന്നോ? ഈ കഴിഞ്ഞ ഡിസംബറിൽ ഏതാനും ദിവസങ്ങൾ വന്നതായിട്ട് അത് പൊതുവിൽ ആർക്കും അറിവില്ല. വളരെ രഹസ്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോയിരിക്കുന്നു. അതായത് സൗദി അറേബ്യ രേഖകളിൽ നിന്ന് പുള്ളി പുറത്ത് പോയിരിക്കുന്നു. അവിടുത്തെ അക്കാമയും പുതുക്കിയിട്ടില്ല. അവിടുത്തെ രേഖകളിൽ ഇപ്പൊ പുള്ളി ഇല്ല. പക്ഷേ ഇപ്പൊ സേഫായിട്ട് സൗദി അറേബ്യ തന്നെയാണ് ഇപ്പൊ പുള്ളി കഴിയുന്നത്. അവിടെ ആരെങ്കിലും കൊണ്ടുപോയി ഇപ്പോൾ പെട്ട് കിടക്കുന്ന കുറച്ചു പേരുടെ വിവരങ്ങളും കൂടെ വന്നു. അതിനെ കുറിച്ച് എന്താണ്? അതെ, അന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് തിരിച്ച് നാട്ടിൽ വരാനും വയ്യ, ആകെ അവര് കുടുങ്ങിക്കിടക്കുവാണ്. അവർക്ക് ജോലിയില്ല, ഭക്ഷണം കൊണ്ടുപോയി 2 മാസത്തോളം അവിടെ വളരെ പട്ടിണി കിടന്നതാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ചെറുപ്പക്കാരാണോ? ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 23 വയസ്സ് തികഞ്ഞ 2 പയ്യന്മാരാണ് നേരിട്ട് അറിവുള്ളത്. അവര് BCom പഠിച്ചവരാണ്. ഒരു പയ്യൻ MCom, ഒരു പയ്യൻ BCom പഠിച്ച പാർട്ടിയാണ്. അക്കൗണ്ടന്റ് ആയിട്ടും പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ജോലിക്ക് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്ത് പോയത്. ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീഡിയോ അയച്ചു തന്നത്. അതെ, അവർക്ക് തിരിച്ച് നാട്ടിൽ പോകുന്നതിനും ഈ നാട്ടിലെ 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവരെ തിരിച്ചയക്കുള്ളൂ എന്ന് പറയുന്നത്. എത്ര പേരാണ് ഇതിൽ ഏജന്റുകളായി നിന്നിരുന്നത് എന്നുള്ളത് അറിയാമോ? അത് കറക്റ്റ് വിവരമില്ല. പുള്ളി തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള എനിക്ക് 22 ഏജന്റുമാര് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞതാണ്. നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു 6-7 പേരേ ഉള്ളൂ. സൂരജ് ഓമനക്കുട്ടന്റെ മറ്റെന്തെങ്കിലും കാര്യം അന്വേഷിച്ചോ? ഇയാൾക്ക് അവിടെ എന്താണ് ജോലി എന്നുള്ളത്? ഇവിടെ ശരിക്കും പുള്ളിക്ക് ഇതുപോലെ അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പോകുന്നു. പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. മുതൽ മുടക്ക് ഒരു ലാപ്ടോപ്പും പിന്നെ ഇതുപോലെ പറ്റിക്കപ്പെട്ടതിൽ ഒരു പാർട്ടി അടിമയെ പോലെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഒരു കമ്പ്യൂട്ടർ, പുള്ളി മെയിൻ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇതുപോലുള്ള ഓഫർ ലെറ്ററുകൾ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും ഭീഷണികൾ മുഴക്കാറുണ്ടോ നിങ്ങൾ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ? പുള്ളിയുടെ നാക്കുള്ളിടത്തോളം കാലം ആരും ഒന്നും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പൈസകളൊന്നും നിങ്ങൾക്ക് തിരിച്ചു കരത്തില്ല എന്നാണ് പറയുന്നത്. അതായത് സൂരജ് ഓമനക്കുട്ടൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സോണയുണ്ടെന്നുണ്ടെങ്കിൽ നീ പൈസ ഈടാക്കി നോക്കി, ഒരു കാരണവശാലും ഇനിയും ഞാൻ പറ്റിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കേരളത്തിലെയും ഉള്ള പാവപ്പെട്ടവരെ എല്ലാവരെയും ഇനിയും പറ്റിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് പുറം ലോകം അറിയില്ല. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ 1-2 പേരൊക്കെ ആകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മളങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ കളയാൻ നോക്കും. അതേസമയം ഓരോ ദിവസവും കേരളത്തിന്റെ അങ്ങേ ഏതെങ്കിലും മൂലയിലുകളിലും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടി കൂട്ടാളികളായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മീര മൊയ്തീൻ എന്നാണ്.
നമുക്കറിഞ്ഞത്. പുള്ളിയുടെ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പേര് അല്ലേ? നമുക്കറിയാവുന്ന പേര് മീര മുദീൻ എന്നുള്ള ആളിന്റെ പേരിൽ പൈസ ഡയറക്റ്റ് അയച്ചു കൊടുത്തതിന്റെ രേഖകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അൻഷാദ്, പുള്ളി ഹരിപ്പാട് സ്വദേശിയാണ്, കൊല്ലം ജില്ലയിലുള്ള ഹരിപ്പാട് സ്വദേശിയാണ്. എന്തായാലും ഇപ്പോൾ ആദർശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിനെതിരെ സൂരജ് ഓമനക്കുട്ടനെതിരെ കൊടുത്ത പാലോട് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എല്ലാ മലയാളികളും ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീട് പണയം വെച്ചും പല സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിയും അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെയൊക്കെ സ്വർണമൊക്കെ പണയം വെച്ചാണ് സാധാരണക്കാരായ വ്യക്തികൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ജോലി വാഗ്ദാനങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് ഇരയായി കൊടുക്കുന്നത്. ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ പൈസ നൽകാതെ ഇരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ ടിക്കറ്റ് അയച്ചു തരികയും അവിടെ എത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് അന്വേഷിച്ചതിനു ശേഷം മാത്രം ആ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിരന്തരം നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ ഇപ്പോൾ പറഞ്ഞത് പോലീസുകാർ പോലും ഞങ്ങളെ കളിയാക്കി വിടുന്നു എന്നുള്ളതാണ്. അവരും നിസ്സഹായരാണ്. കാരണം എത്ര തവണ പറഞ്ഞാലും നമ്മൾ ഈ തട്ടിപ്പിന് ഇരയായി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഹീറോകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഞങ്ങൾ ആരെയും പറ്റിക്കാം, ഞങ്ങൾക്കെതിരെ തട്ടിപ്പ് കേസ് വന്നാലും അത് എങ്ങനെയാണോ ഈ തെളിവുകളില്ലാതെ തട്ടിപ്പ് നടത്തേണ്ടത് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു പ്രതിരോധ സംവിധാനം പോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോലീസിനും അവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്നതിന് കാലതാമസം എടുക്കും. വേണ്ട രീതിയിലുള്ള തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വളരെ ധൈര്യത്തോടെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഇത് സൂരജ് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഒരു 200-ലധികം പേരെ തട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദയവായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് നിന്നുകൊടുക്കരുത്. ഈ തട്ടിപ്പുകാരുടെ വരയിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോ എന്തെങ്കിലും ഒരു വാഗ്ദാനം തന്നോ? ഈ തട്ടിച്ച പൈസകൾ എപ്പോഴെങ്കിലും തിരിച്ചു തരുമെന്നുള്ളൊരു വാഗ്ദാനമെങ്കിലും? അത് ഈ പറയുന്ന നമ്മൾ ഒരു സബ് ഏജന്റായിട്ട് കൂടെ നിന്ന ആദർശം എന്ന വ്യക്തിയില് നമ്മൾ സമീപിച്ചു. പുള്ളിയുടെ അക്കൗണ്ടിൽ നമ്മൾ 80,000 ഇട്ട് കൊടുത്തതാണ്. അപ്പൊ പുള്ളി ചോദിച്ചു ഞാൻ പൈസ ഇട്ട് തരാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ ഇനി ഞാൻ ഈ സൂരജിന്റെ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്ക് മനസ്സലിവുണ്ടായി എന്തെങ്കിലും തരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഏജന്റുകൾ അതെ 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 എന്ത് തന്നെയായിരുന്നാലും ഈ തട്ടിപ്പുകൾ ഒരു മുന്നറിയിപ്പായി തന്നെ കാണുക. പോലീസ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും. ഫോക്കസ് ന്യൂസ് TV ഇന്നോ അല്ലെങ്കിൽ നാളെ. കാരണം കുറച്ച് കൂടുതൽ വിവരങ്ങളും മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വെല്ലുവിളിയും അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ, ഈ സൂരജ് ഓമനക്കുട്ടൻ കാരണം കുടുങ്ങിക്കിടക്കുന്നവരുടെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവിധ ഡോക്യുമെന്റ്സും ശേഖരിച്ചതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ചെയ്യാനായി നമ്മൾ തയ്യാറാകുന്നത്. കാരണം ഒരു വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കേരളത്തിലെ പല വിഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലുള്ളവരെ അതിദാരുണമായി തന്നെ തട്ടിച്ചിരിക്കുന്നു എന്ന് പറയണം. കാരണം പെട്ടുപോയവരെല്ലാം സാധാരണക്കാരാണ്, ജീവിക്കാൻ വഴിയില്ലാത്തവരാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പോംവഴി അധികൃതർ കാണട്ടെ. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ദയവ് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്യാമറാമാൻ അനീഷ് കൃഷ്ണനോടൊപ്പം മലവർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ്.